അപ്പോൾ എല്ലാവർക്കും മാഹി മലയാളിയറ്റ് 284 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം വന്നിരിക്കുക കേട്ടോ. എന്താ അറിയോ, ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ് എ സിയിൽ യാത്ര ചെയ്യുക. അപ്പോൾ H13 എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൂപ്പയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വിശേഷമാണ്. ലൈഫിൽ ഞാൻ തേർഡ് AC-യിലും സെക്കൻഡ് AC-യിലും സ്ലീപ്പറിലും ജനറലിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ സെക്കൻഡ് സീറ്റിങ്ങിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ വലിയൊരാഗ്രഹമാണ്. ചെറിയ കാലം മുതൽ എനിക്ക് തോന്നുന്നു ഒരു 15 വർഷമായിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിൻ യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോഴൊക്കെ ഇങ്ങനെ കൊതിയോടുകൂടി നമ്മളിങ്ങനെ നോക്കില്ലേ, ഈ AC കൂപ്പ ഇങ്ങനെ നോക്കും, അയ്യോ ഇതിൽ എന്താ ഉള്ളത്, ഇതിൻ്റെ സൗകര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ അറിയാനൊരു കൊതി ഉണ്ടാവില്ലേ. അപ്പോൾ ആ കൊതിയുടെ പുറത്ത് എൻ്റെ ആദ്യത്തെ ട്രാവലാണ്. അതും വാരണാസി മുതൽ തലശ്ശേരി വരെ, ചെന്നൈ വരെ. ചെന്നൈയിൽ നിന്ന് തലശ്ശേരിയിലേക്ക് ഞാൻ പോകുന്നത് സാധാ സ്ലീപ്പർ ടിക്കറ്റിലാണ്, സാധാരണ സ്ലീപ്പർ ബുക്കിങ്ങിലാണ് പോകുന്നത്. പക്ഷേ വാരണാസി മുതൽ ഒരു 1.5 ദിവസത്തെ 1.5 ദിവസത്തെ ഒരു യാത്ര, അതും ഫസ്റ്റ് ക്ലാസ് AC-യിൽ എൻ്റെ യാത്ര എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെയും ഈ ഒരു വീഡിയോയിലൂടെയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോസിലേക്ക് പോവാം. അങ്ങനെ എൻ്റെ യാത്ര അങ്ങനെ ആരംഭിക്കുകയാണ്. വാരണാസി ജംഗ്ഷനിലെത്തി. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ എത്തി. എൻ്റെ സ്കൂളിലത്തെ ഒരു മഹേന്ദ്ര ഭയ്യ എന്ന് പറഞ്ഞ ഒരാളാണ് കൊണ്ടുവിട്ടത്. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് 1:20 ട്രെയിന് 1 മണിക്കൂർ ലേറ്റാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ഷോക്കായിരുന്നു. നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. നല്ല ഉറക്കക്ഷീണം എന്ന് വെച്ചാൽ ഒരു 2-3 ദിവസം എനിക്ക് നല്ല ഉറക്കം ഉണ്ടായിരുന്നില്ല. പേപ്പർ ചെക്കിങ്ങും എക്സാമും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ വെക്കേഷൻ കിട്ടി പോവല്ലേ. അപ്പോൾ റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. വാരണാസി ടു ചെന്നൈ എന്ന് പറയുമ്പം കൂടുതലും ഈ തീർത്ഥാടകർ വരുന്നതുകൊണ്ട് തമിഴ് തെലുങ്ക് ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അവർ പ്ലാറ്റ്ഫോമൊക്കെ അനൗൺസ് ചെയ്തിട്ട് ഒന്നാം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വന്നത്. പക്ഷേ അവർ കോച്ച് അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ നിന്നതിന്ന് ഏറെ ഓപ്പോസിറ്റായിരുന്നു. അപ്പോൾ ഞാൻ അതും 3-4 പെട്ടിയും ലഗേജൊക്കെ എടുത്ത് എങ്ങനെയൊക്കെ ഓടി കിതച്ച് വന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ട്രെയിൻ വന്നു. ട്രെയിൻ ഏകദേശം ഒരു 10 മിനിറ്റ് സ്റ്റേ ഉണ്ട് ഇവിടെ. അങ്ങനെ അപ്പോഴേക്കും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തളർച്ചയായിരുന്നു. ഒന്നാമത് രാത്രി, രണ്ടാമത് അന്ന് പകൽ ഫുള്ള് സ്കൂളിൽ ഇങ്ങനെ അലച്ചിലും കാര്യങ്ങളൊക്കെയായി. കുറേ കാര്യങ്ങൾ, നമ്മൾ സ്കൂളിൽ നിന്ന് ടീച്ചറാണല്ലോ, അപ്പോൾ സ്കൂളിൽ നിന്ന് പുറത്തൊക്കെ പോകുമ്പോൾ പിന്നെ ഇത് എഴുതി കൊടുത്ത് തിരിച്ചു വരാനുള്ള ഡേറ്റ് എഴുതി കൊടുത്ത് അങ്ങനെയൊക്കെ 2 മാസത്തെ വെക്കേഷന് പോകല്ലേ. അപ്പോൾ ഇവിടെ എക്സാം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് വെക്കേഷൻ കിട്ടുക. അടുത്ത സെഷൻ തുടങ്ങി 1 മാസം കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ ഞാൻ റൂമിലേക്ക് കയറി. വളരെ അടിപൊളി ഒരു സെറ്റപ്പായിരുന്നു. 2 പേർക്കുള്ള കൂപ്പയായിരുന്നു. പക്ഷെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കൂപ്പയിൽ എന്താണെന്നറിയില്ല, ഒരാളുടെ ടിക്കറ്റ് അയാൾ വന്നില്ല, എന്തുകൊണ്ടോ അറിയില്ല, വന്നില്ല. പക്ഷെ ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ ഞാൻ റൂമൊക്കെ ഒന്ന് ഓടി നടന്ന് ഫുള്ള് ആ ഒരു ക്രേസിൽ നോക്കി, വാതിലും കുറ്റിയൊക്കെ നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കാണാറുണ്ടായിരുന്നു. ഓരോരുത്തരിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വാതിൽ തുറന്നിട്ടും അങ്ങനെ സ്പെഷ്യൽ ട്രെയിനിലൊക്കെ സ്പെഷ്യൽ സെഷനൊക്കെ പോകുമ്പോൾ നമുക്കൊരു സീറ്റിലൊക്കെ പോകുമ്പോൾ സ്പെഷ്യൽ റിസർവേഷനിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു കൗതുകം ഉണ്ടാവില്ലേ. ആ കൗതുകം എനിക്കുണ്ടായിരുന്നു. കുറേ നേരം ഞാനിങ്ങനെ നിന്നു. പിന്നെ ഏകദേശം ഒരു 2:30 ആയപ്പോഴാണ് ട്രെയിൻ മൂവായത്. അങ്ങനെ പതുക്കെ ട്രെയിൻ മൂവായി. പക്ഷെ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്ത് തകർത്ത വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ നന്നായിട്ട് നല്ല ഉറക്കപ്പിച്ചിലായിരുന്നു. പക്ഷെ ഇത് ചപ്ര എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ തുടങ്ങിയതായതുകൊണ്ട് വാരണാസിയിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ കയറുക. അപ്പോൾ ഒന്നും സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നില്ല, ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് ഞാൻ കൂപ്പയിൽ പോയിട്ട് അവരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അവരുടെ സ്റ്റാഫിൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എനിക്കൊരു തലയണയും ബാക്കിയുള്ള ഷീറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടു തന്നു. അപ്പോൾ പൊതുവേ നമുക്ക് വൈറ്റാണ് പൊതുവേ കൊണ്ടുതരാറ്. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് പിങ്ക് ആദ്യമായിട്ടാണ് AC-യിൽ. ഞാൻ പിങ്ക് സെക്കൻഡിലും തേർഡിലൊക്കെ വൈറ്റാണ് കിട്ടുക. അങ്ങനെ പിങ്കും അതിൻ്റെ കൂടെ ഒരു ടവൽ ഉണ്ടായിരുന്നു കേട്ടോ, കുളിക്കാനും മുഖം ഇതാവാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉറങ്ങി. രാവിലെ ഒരുപാട് ലേറ്റായിട്ട് കേട്ടോ എഴുന്നേറ്റ്. ഒരുപാട് ലേറ്റ് എന്ന് പറയുമ്പോഴേക്ക് ഒരു 10-10:30 ഒക്കെ ആയിരുന്നു. പിന്നെ ട്രെയിനിൽ നിന്ന് ഒരു ഫുഡും ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. ഞാനൊക്കെ ഇപ്രാവശ്യം PNR വെച്ചിട്ട് ഫുഡ് ഓർഡർ ചെയ്യുക ചെയ്തത്. അങ്ങനെ കുറേ അവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ്, സത്യം പറഞ്ഞാൽ വീഡിയോസ് എടുക്കാനെന്നുള്ളൊരു മൂഡ് സത്യത്തിൽ ഉണ്ടായിരുന്നില്ല. എനിക്ക് ബാത്റൂമും അതും ഇതൊക്കെ ഒന്ന് നോക്കണം എന്നുണ്ടായിരുന്നു. ഒന്നും ചെയ്തില്ല. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പുറത്തുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ ഞാൻ എന്ത് ചെയ്തു, സമയം കളഞ്ഞു.
പിന്നെ കുറേ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് എന്തോ ബാത്റൂമിൽ എത്തിയപ്പോഴോ പോയിട്ട് ഞാൻ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ആ സ്റ്റേഷനിൽ അവർ ഫുഡ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നെ കണ്ടില്ല അവർ. അപ്പോൾ അവരവിടെ കൊണ്ടുപോയി വെച്ചു. അതിനുശേഷം അവരെന്ത് ചെയ്തു, എന്നെ കോൾ ചെയ്തു. സാർ ഇങ്ങനെ സാറിന് അവിടെ ഉണ്ടായിരുന്നില്ല, ഞങ്ങളവിടെ ഇത് വെച്ചിട്ടുണ്ടേ, ഫുഡ് അവിടെ വെച്ചിട്ടുണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കി ഞാനൊരു സ്പെഷ്യൽ പൂരി അങ്ങനെ എന്തായാലും ഓർഡർ ചെയ്തത് മറന്നു. ഞാനൊരു 2-3 മാസം മുന്നേ ഓർഡർ ചെയ്ത് വെച്ചാട്ടോ. അതും ഒരു പിന്നെ ബ്രെഡ് ജസ്റ്റ് ഒരു ടോസ്റ്റ്, സ്പെഷ്യൽ ടോസ്റ്റ് ആയിട്ടുള്ളൊരു ബ്രെഡുമാണ് ഓർഡർ ചെയ്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ എന്താണെന്ന് മറന്നുപോയി. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് പഴം വാങ്ങിച്ച്, ഉച്ചയ്ക്കല്ല വൈകുന്നേരമാണ്, അതിൻ്റെ കൂടെ ആലു പൊറാട്ട എന്ന് പറഞ്ഞൊരു സംഭവം, നല്ല സൂപ്പർ തൈരും ഉണ്ടായിരുന്നു. ഇതും ഫുഡ് ഓർഡർ ചെയ്ത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു ജീര സോഡയും, അതും കഴിച്ച് ഉച്ചയല്ല, ഞാൻ ഏകദേശം ഇത് രാത്രിയായി കഴിക്കുമ്പോൾ. അതിൻ്റെ ഇടയിൽ എന്തൊക്കെ ബിസ്ക്കറ്റൊക്കെ കഴിച്ചിരുന്നു. രാത്രിയായി. പിന്നെ പതുക്കെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഏകദേശം 8 മണി 7:30 ആയപ്പോഴാണ് കഴിച്ചത്. കാരണം സത്യം പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ എന്താ പറയുക, ബ്രഞ്ചും ഡിന്നർ എന്ന് പറഞ്ഞ പോലെ. പിന്നെ രാവിലെ പിറ്റേ ദിവസമായി 35 മണിക്കൂറാണ് നമ്മുടെ ചെന്നൈയിലേക്കുള്ള യാത്ര. അങ്ങനെ അതിൻ്റെ ഇടയിൽ പിന്നെ അതിൻ്റെ കോറിഡോറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അത് കൂടെ ഒക്കെ നടന്നു. ഇതന്നെയായിരുന്നു മെയിൻ പണി. ഇടക്ക് പോവുക, കറങ്ങുക, നടക്കുക, തിരിച്ചു വരിക, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ പതുക്കെ ചെന്നൈ എത്തിയപ്പം കുറച്ച് നമ്മൾ വേഗം പുറത്തിറങ്ങി നിന്നു. എൻ്റെ കൂടെ ഒരു ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനുമായിട്ട് ഇങ്ങനെ, ഒരു തമിഴ് ചേട്ടനായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു. നമുക്കിന്നെ തമിഴ് ഭയങ്കര ക്രേസുള്ളൊരു ലാംഗ്വേജ് കേട്ടോ. അങ്ങനെ പുള്ളിക്കാരനായിട്ട് ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ എനിക്ക് ചെന്നൈ ഫേവററ്റ് ഡെസ്റ്റിനേഷനും കൂടിയാണ്. കാരണം ഞാൻ ചെന്നൈയിൽ 2 വർഷം പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ചെന്നൈയിൽ 2 വർഷം എൻ്റെ PG കംപ്ലീറ്റ് ചെയ്തത്, റെഗുലറായിട്ട് കംപ്ലീറ്റ് ചെയ്തത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിലാണ്. അതുകൊണ്ട് മദ്രാസിനോട് എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആണ്. അങ്ങനെ ഞാൻ നമ്മുടെ ചെന്നൈ പുരച്ചി തലൈവർ സ്റ്റേഷനിലേക്ക്, നമ്മുടെ MGRൻ്റെ പേരിലാണല്ലോ സ്റ്റേഷനുള്ളത്, അങ്ങനെ ആ സ്റ്റേഷനിലേക്ക് ഞാൻ എത്തി. വേഗം ചെന്ന് വേഗം ഫ്രഷായിട്ട് എൻ്റെ ലഗേജ് നല്ല ഭാരം ഉണ്ടായിരുന്നു. ആ ലഗേജുകൾ മുഴുവൻ എടുത്ത് ക്ലോക്ക് റൂമിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം ഞാൻ പതുക്കെ എന്ത് ചെയ്തെന്നറിയോ, ഒരു ഊബർ ബൈക്ക് ബുക്ക് ചെയ്തിട്ട് അതിൽ കുറച്ച് നേരം ചെന്നൈ നഗരം മുഴുവൻ കറങ്ങണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. എന്നാലും കുഴപ്പമില്ല, കറങ്ങി അടിച്ച് പൊളിച്ച് വൈകുന്നേരത്തെ ട്രെയിനിൽ നാട്ടിലേക്ക് പോയി.